അപ്പോൾ കുറേ നാളായിട്ടാണ് വിശാൽ മാർട്ട് പോയാൽ ഞാൻ ഈ പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പ് വാങ്ങി വെച്ചിട്ട് ഓരോന്ന് കാണുമ്പോൾ വാങ്ങും. പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മടി കാരണം പിന്നെ ഉണ്ടാക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇത് ഏതായാലും വാങ്ങിയിട്ട് കുറേ നാളായി, അപ്പോൾ ഇന്ന് എന്തായിട്ട് പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിട്ട് രാവിലെ കുതിർത്ത് വെച്ചിന്. പിന്നെ ഞാൻ അതിലേക്ക് അതൊന്ന് അരച്ചെടുത്തു. കുറച്ച് അരച്ചാൽ മതി. പിന്നെ കുറച്ച് പരിപ്പ് വേറെ തന്നെ മാറ്റി വെക്കണം കേട്ടോ അതിലെടുത്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ടായി. അപ്പോൾ ഇതെല്ലാം ആ അരപ്പിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് എരിയില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഇട്ടിന്. കാരണം എൻ്റെ പച്ചമുളക് നല്ല എരിയില്ലാന്ന്. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. മാവ് അധികം ലൂസായി പോകണ്ട കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ അത് ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത്ര ലൂസൊന്നുമില്ല. പിന്നെ മുഴുവനായിട്ടുള്ള ഹോളായിട്ടുള്ള പരിപ്പ് ഇതിൽ കുറച്ച് ഇടണം കേട്ടോ. അത് എടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, അതും ഇതിൽ ചേർക്കണം. എല്ലാ പരിപ്പും അരിച്ചെടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിന് കേട്ടോ. കോൺഫ്ലവർ പൊടിയും കൂടി അതിൽ ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഈ കുറച്ച് പെരുംജീരകവും കുറച്ച് കുഞ്ഞു ജീരകവും കൂടി ഇട്ടിന് കേട്ടോ. അതും കൂടി കടിക്കുന്നത് നല്ല രസമല്ലേ. പിന്നെ കറിവേപ്പില നിങ്ങൾ ഇഷ്ടമാണ് പോലെ ചേർത്തോട്ടോ, കുനുകുന എരിഞ്ഞിട്ട്. പിന്നെ ഞാൻ ചട്ടി ചൂടാക്കി ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ആക്കുന്നത്. വെളിച്ചെണ്ണയിലാക്കിയാൽ ഇതിൽ നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ട എൻ്റെ പരിപ്പ് വടേൻ്റെ പരിവം നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്ന് വറുത്തെടുത്ത് കുറേ ഉണ്ടായിരുന്നു. ഒരു 10-12 പരിപ്പ് വടേൻ്റെ മാവ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അളവൊന്നും അറിയുന്നുണ്ടായില്ല. അപ്പോൾ കുറേ നാളായി ഞാൻ ഈ പരിപ്പ് ഏകദേശം ഒരു മാസമായിട്ട് വിശാൽ മാർട്ടിൽ സാധനം വാങ്ങാൻ പോയ സമയത്ത് ഈ പരിപ്പ് വടേൻ്റെ ഒപ്പം വാങ്ങിയതാണ്. പിന്നെ എനിക്ക് ആക്കാനുള്ളൊരു മടി കൊണ്ട് ഇത് ആദ്യം തന്നെ കിടന്നതാണ്. അങ്ങനെ ഞാനെല്ലാം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റിൽ തന്നെ നല്ല പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ലൊരു കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാപ്പിയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടി വിളിച്ചിട്ടുണ്ട്. അവർ നല്ല അഭിപ്രായമാണ് കേട്ടോ. പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് പരിപ്പ് വട ഉണ്ടാക്കുന്നത്. ഞാൻ ഇത്ര വരെ പരിപ്പ് വട ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നല്ല മുരിഞ്ഞ പരിപ്പ് വട റെഡി ആയിട്ടാ. പിന്നെ ഞാൻ കാപ്പിയും വെച്ചു. കാപ്പിയാണ് കേട്ടോ എനിക്കിഷ്ടം. ഈ ചായനേക്കാളും എനിക്ക് കാപ്പിയാണ് ഇഷ്ടം. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കേട്ടോ ഇത്, ബ്രൂവിൻ്റെത്. അപ്പോൾ ഈ പരിപ്പ് വട ഞാൻ സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, ടൊമാറ്റോ സോസും കൂടി കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ. പുതിയ വിശേഷമായി പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.